ചേട്ടാ, ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. കള്ളന്മാരിറങ്ങിയിട്ടുണ്ട്, വീട് നോക്കണം. ഞാൻ കല്യാണം കഴിഞ്ഞ് നാളെ വൈകുന്നേരം എത്തുള്ളൂ. എൻ്റെ ഉണ്ണിമോളെ, നീ വേഗം പോയാൽ കല്യാണം കൂടാൻ നോക്ക്. ഈ എക്സ്-മിലിറ്ററിക്കാരൻ അർജുനൻ കൂടി ഉള്ളപ്പോ ഇവിടെ ഏത് കള്ളക്കാരാ? ആ മിലിറ്ററി ബുദ്ധി ഒന്നും ഇവിടെ കാണിക്കരുത്. ഞാൻ പോയി കഴിയുമ്പം ഫ്രണ്ട്സിനെ കൂട്ടി ഇവിടെ ബാറ് തുറക്കരുത്. എന്തൊക്കെയാ നീ പറയണേ? ആ പണിയൊക്കെ ഞാൻ വിട്ടില്ലേ. ഇപ്പൊ എൻ്റെ മിലിറ്ററി കോട്ട പോലും ഞാൻ വാങ്ങാറില്ല. നീ പോയാ കല്യാണം കൂടാൻ നോക്ക്. പിന്നെ പ്രധാന ഒരു കാര്യം, നിക്കിക്ക് കൃത്യസമയത്ത് ഫുഡ് കൊടുക്കണം. അവളെ പട്ടിണിക്കിടരുത്. നിക്കിനെ ഞാൻ തീറ്റിച്ച് കൊല്ലും. എന്റെ പൊന്നമ്മ, എനിക്കൊന്നും തന്നില്ലെങ്കിൽ കുഴപ്പമില്ല. എന്റെ ബിസ്ക്കറ്റ് എടുത്ത് കട്ട് തിന്നതെന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ വരുന്നവരെ ഞാൻ ആ ബിസ്ക്കറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. അമ്മ ഒന്ന് വേഗം വാ, സമയം പോയി. മോളെ ഒന്ന് വേഗം വാ. എന്താ ദീമോളെ, എനിക്ക് കാര്യമൊന്നുമില്ലേ? കുറച്ച് ദിവസമായിട്ട് നിങ്ങൾക്ക് എന്നെ വലിയ വൈദ്യൊന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ വരണോ? പിന്നെ കാറൊക്കെ സൂക്ഷിച്ചോടിച്ച് പോട്ടോ. ഓക്കെ. ടാറ്റാ ടാറ്റാ. See you. പതുക്കെ. എടാ നിരീശ്വരേതാ? ഏരിയ ക്ലിയർ. ഉണ്ണിമോളും പിള്ളേരും വണ്ടി കയറി. നീ എത്രയും പെട്ടെന്ന് സ്പോട്ടിലെത്തണം. എടാ ഷാജിയുടെ സാധനം കൊണ്ടൊന്ന് പുറപ്പെട്ട് കഴിഞ്ഞു. നീ പെട്ടെന്നൊന്ന് വാ. ഓപ്പറേഷൻ കാട്ടുപന്നി സ്റ്റാർട്ട്. ഈ ചുരുട്ടി പിടിച്ചു നിൽക്കുന്ന കയ്യിൽ പോലീസ് വന്ന് വിലങ്ങണിക്കുമെന്ന് മാമന് പറയില്ലല്ലോ. വിനാശകാലേ വിപരീത ബുദ്ധി. സാറിന്റെ സാർ രാജനാ. രാജാ, നീ ഇപ്പോ എവിടെയാ? ഞാൻ ഫീൽഡിലെത്തി. രാജാ, ഇന്നലെ രാത്രി ഫോറസ്റ്റിൽ വെടിവെച്ച് കേട്ടത് കൺഫേം ആണ്. ആരൊക്കെ ഒരു പന്നിയെ പിടിച്ചിട്ടുണ്ട്. മിക്കവാറും ഇന്നത് നാട്ടിൽ ആരുടെയെങ്കിലും കറിക്കലത്തിലുണ്ടാവും. തിന്നുന്ന എല്ലാരെയും നമുക്ക് പോക്കണം. സർ, ഈ നാട്ടിൽ നിന്ന് കാട്ടുപന്നി വേണമെങ്കിൽ ഈ ഫോറസ്റ്റ് രാജ്യം മരിച്ചിരിക്കണം. ഇറച്ചിയുടെ മണം പിടിച്ച് ഞാൻ പോയിക്കോളാം സാർ. സാർ ധൈര്യമായിരിക്കും സാർ. ഞാനിങ്ങെത്തി. നീ മതിലെവിടെയാണോ വന്നേ? അതിനോടെ ഗേറ്റ് തുറന്നിട്ടുണ്ടല്ലോ. അയ്യോ, നമ്മളിത്തിരി സീക്രട്ട് മിഷൻ നടത്തുന്നത്. അപ്പൊ അതിന്റെ ഒരു ഫ്ലോ കളയണ്ടാന്ന് കരുതിയിട്ട് ഞാൻ മതിലടി വന്നു. അല്ല, ഷാജിയുടെ വന്നോ? അവനിപ്പോ എത്തും. നീ വേഗം വാ, നിനക്കൊരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. സാധനം കൈ വച്ചിട്ട് പാടില്ല. കണ്ടാ, മിലിറ്ററി ആ സമയം വന്നപ്പോ അടിച്ചു മാറ്റിയതാ. ഒറിജിനൽ സാധനം. ഇതും കാട്ടുപന്നി റോസ്റ്റും. ഇന്ന് രാത്രി നമ്മൾ പൊളിക്കും. പിടിക്കടാ. എന്റെ പൊന്നളിയാ, നീ പൊളിയാണ്. ഞാൻ ഷാജിയുടെ പന്നിയിറച്ചോട് കിട്ടിക്കഴിഞ്ഞാൽ പന്നിപ്പൊളി പൊളിക്കില്ല. പന്നിയിറച്ചിയും കൊണ്ട് ഷാജിയണ്ണൻ എത്തിക്കഴിഞ്ഞു. പക്ഷേ ഷാജിയണ്ണൻ ഈ നീല സ്കൂട്ടറിൽ കൊണ്ടുവന്ന ഈ പന്നിയിറച്ചിയുടെ മണവും പിടിച്ച് ഇവരെ തേടി വരുന്ന വലിയൊരു പെരുമ്പാമ്പിനെ കുറിച്ച് ഇവർക്ക് ഇപ്പോൾ ഒരു ഐഡിയയും ഇല്ല. ഇവർക്കുള്ള പണിയാണ് ഷാജിയണ്ണൻ ഈ കവറിൽ തൂക്കി പിടിച്ചുകൊണ്ട് പോകുന്നത്. വരാനുള്ളത് വഴി തന്നില്ല എന്നാണല്ലോ. നമുക്ക് നോക്കാം. അർജുന, ഷാജിനെ വാ. എന്താ എടാ, ഒന്ന് പതുക്കെ പറയും. ചുറ്റും ഫോറസ്റ്റുകാരാണ്. എന്താ പിടി വെട്ടി ചൂടോടെ കൊണ്ടുവന്ന നല്ല വേണം. ഫോറസ്റ്റുകാർ മണത്തറിയാന്ന് നോക്കിക്കോ. കാട്ടിൽ വെടിവെച്ച് കെറ്റാ രായം തപ്പി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ വെക്കുമ്പോ കുറച്ച് മല്ലിയിലയും വെട്ടേക്ക്, ബാക്കി കാശ്. താങ്ക്സ്. എല്ലാം മണം വെളുത്തില്ല. അല്ലടിയാ,
ഇതിന് മണം കിട്ടിയിട്ട് ഞാൻ ഫോറസ്റ്റ് രാജനെങ്ങാനും ഈ വഴി വരും. ഫോറസ്റ്റ് രാജ്യം നിനക്കൊരു വിചാരമുണ്ട് ഈ ഫോറസ്റ്റുകാർ വലിയ സംഭവമാണ്. നിനക്കൊരു കാര്യം അറിയോ, ആസാമിൽ ഒരു കൊടും കാട്ടിൽ തണുത്ത് വിറയ്ക്കുന്ന ഒരു ഇതില് ഡ്യൂട്ടിക്ക് നിൽക്കുമ്പോ ഒരു കാട്ടുപോത്ത് എന്റെ നേരെ വന്നു. എന്നിട്ട് ഞാൻ എന്റെ തോക്കെടുത്ത് ഒറ്റ വെടി പോത്ത് കായി. ആ അർജുനൻ കുട്ടിയുടെ മുന്നിലാ ഈ ഫോറസ്റ്റ് രാജൻ വന്ന് നിൽക്കുന്നത്. അറിയാ ഞാൻ കഥ തോന്നും നോക്കട്ടെ. മണം കെട്ടി ലയിക്കണില്ല. സുരേഷ് പറ. ഞാൻ അർജുനന്റെ വീട്ടില്. എടാ രാജനെ എല്ലാ വീട്ടിലും കയറി തപ്പുന്നുണ്ട്, വൃത്തിയില്ല. ഇന്നലെ രാത്രി വെടി വെച്ച കാട്ടുപന്നിനെ അന്വേഷിച്ചറിഞ്ഞു. നിങ്ങളവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ അല്ലേ? ഇല്ലടാ, ഞങ്ങളിവിടെ രാമായണം വായിക്ക് വന്നല്ലേ കാക്കിട മാസക്കാരും. ആർത്തനാദം മമ ജ്യേഷ്ഠനില്ല രാത്രി ചാരി മായാമരു. എടാ എന്താ പ്രശ്നം? അടിയ പടിപാളി. ആ രാജൻ മഫ്തിയിലെ എല്ലാ വീടും കയറിയാണ്. മിക്കവാറും ഇറച്ചിയുടെ മണം കിട്ടിയിട്ട് അവരിവിടെ. എന്ത് മഫ്തി, എന്ത് രാജൻ, ഏത് രാജൻ വന്നാലും ഈ അർജുനൻ കുട്ടിക്ക് പുല്ലാണ്. എനിക്കും പിന്നെ നമുക്ക് കാണില്ല. എടാ പന്നിയിറച്ചിക്ക് തുള്ളി മണം പോലും പുറത്തു വരുന്നത്, എല്ലാ പാലും ചെലടച്ചോ. ഐഡിയ, നമ്മളിവിടെ ആളുണ്ടെന്ന് അറിഞ്ഞാലല്ലേ അവനിങ്ങോട്ട് വരുള്ളൂ. നമുക്ക് വീടിന്റെ ലൈറ്റിൽ നൈസായിട്ട് ഉറപ്പാക്കിയാലോ? ആ കറക്റ്റ് പോയി ആയിട്ടിണക്കി നമുക്ക് മെഴുകുന്ന എടുത്തിട്ട് അടിക്കാം. അവൻ വിചാരിച്ചിട്ട് ഇവിടെ ആരും ഇല്ലാന്ന്. ഓക്കെ ശരി. ഒന്ന് വഴി. കാട്ടുപോത്തിനെ ഒറ്റ വഴിക്ക് വീഴ്ത്തിയ വീരൻ ഇപ്പൊ വാതിൽ അടച്ച് പേടിച്ചിരിക്കുന്നു. എന്തായാലും ഇവർക്കുള്ള പണിയായി ഒരാൾ പുറത്തെത്തിയിട്ടുണ്ട്. അപ്പൊ കല്യാണത്തിന് പോയിന്ന് സുഖ പറഞ്ഞത് സത്യ. രാജിയുടെ മണം കേട്ടിട്ട് ആ രാജ്യം മുകളിൽ വന്നിട്ടുണ്ടോ? മിക്കവാറും ഡോർ പിടിച്ചിട്ട് വിളിക്കുക. എന്താ ചെയ്യാ? എടാ അവൻ പോലീസുകാരനായാലും ഫോറസ്റ്റുകാരനായാലും ഈ പട്ടാളക്കാരൻ്റെ വീട്ടിൽ കയറിയിട്ട് അവൻ നമ്മളെ ഒന്നും ചെയ്യില്ല. നീ ആ സ്റ്റോർ റൂമിൽ കയറി ആ ചപ്പാത്തി പോലൊക്കെ. നീ എന്തെങ്കിലും അവൻ്റെ തന്നെ വീട്ടിൽ കള്ളം കയറിയിട്ട് തല്ലിയാന്ന് പറഞ്ഞാൽ മതി. അത് ശരിയാ. അവൻ അകത്ത് കയറിയ ഫോട്ടനെ തലയ്ക്ക് ഒറ്റയ്ക്ക് ബോധം പോയി കഴിഞ്ഞാൽ ഇവിടെ കൊണ്ട് കെട്ടിയില്ല. പിന്നെ എപ്പോഴെങ്കിലും ആ ഫോറസ്റ്റ് കൊണ്ട് കളയാം. ഓക്കെ ഓക്കെ. പോയി പദം പോയി എടുത്തോ.
അല്ല കിട്ടാ ഞാൻ മുഖം വേണ്ടേ ചതഞ്ഞ മുതൽ ഞാനത് കണ്ടേ. എന്താടാ വെടിവെച്ച കേട്ടിട്ട് അന്വേഷണമായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ? നീ മഫ്തിയിൽ വന്നാലും കാക്കിയിൽ വന്നാലും ഈ അർജുനൻകുട്ടിക്ക് പുല്ലാടാ. നീ എക്സ്പീരിയൻസുകാരൻ അർജുനൻകുട്ടിയുടെ വീട്ടിൽ കയറിയിട്ട് പന്നിയിറച്ചി പിടിക്കാൻ മാത്രം വളർന്നോടാ ഫോറസ്റ്റ് രാജ. നീ ഞങ്ങളെ കണ്ണൂരിട്ട് പേടിപ്പിക്കുന്നോടാ തെണ്ടി. ഫോറസ്റ്റുകാരൻ എന്തായാലും എന്നെ ബോധം പോയിട്ട് ഇതടിച്ചു കഴിഞ്ഞിട്ട് വേണോ ഈ പന്നീനെ എടുത്ത് ഫോറസ്റ്റ് കൊണ്ട് കളയാൻ. എന്നിട്ട് ബോധം വരുമ്പോ ഈ പൊട്ടൻ അവിടെ നിന്ന് ആലോചിക്കും, അയ്യോ ഞാനെങ്കിലോട്ട് എത്തിയത്. അങ്ങനെ പട്ടാളത്തിൽ പോയിട്ടും ചെയ്യാൻ പറ്റാത്ത കാര്യം എക്സ് മിലിറ്ററിക്കാരനായപ്പോൾ അർജുനൻകുട്ടിയും കൂട്ടുകാരനും